നമസ്കാരം. നമ്മളിപ്പോൾ താലവെള്ളപ്പറമ്പിൽ നിന്ന് കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ഫാമിലി ആയിട്ട്. ഹലോ സയ്യോ, കുഞ്ഞാവേ. സിനിമ കാണാൻ പോവാണ് ആക്ച്വലി. ഏതാ സിനിമ? ഏതാ? റോന്ത് എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയിലാണ് പോണത്. ഇന്നോവ അല്ലേ കേട്ടോ, ഇന്നോവയിലാണ് പോണത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെക്കൻഡ് ഹാൻഡ് ഇന്നോവ ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഇതിനെപ്പറ്റി രണ്ടു വാക്ക് പറയാം. ഒരുപാട് ആൾക്കാർ ഈ വാഹന പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റിവ്യൂ ആണിത്. ശരിക്കും ഞാൻ ഒരുപാട് വാഹനങ്ങൾ ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ട്, പല ബ്രാൻഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്, ഒന്നിൻ്റെ പേര് പറയുന്നില്ല. പക്ഷേ ഇതൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ഗിയറുമായിട്ട്. ഇതിൻ്റെ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള വണ്ടികളൊക്കെ നമ്മൾ മാറ്റി നിർത്തും. കാരണം അത്രയ്ക്ക് കംഫർട്ടബിളാണ് ഇതിനകത്തെ യാത്ര. ഭയങ്കര കംഫർട്ടബിളാണ്. സ്റ്റിയറിംഗ് ആയിക്കോട്ടെ, നല്ല സ്റ്റിയറിങ്ങിൻ്റെ വെയിറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ആക്സലറേഷൻ ആയിക്കോട്ടെ, എൻജിൻ പവർ ആയിക്കോട്ടെ, സീറ്റ്. ഞാൻ പറയട്ടോ, സീറ്റ് എന്താ പറഞ്ഞേ? സീറ്റ് ഇഷ്ടപ്പെട്ടോ? സീറ്റ് ഭയങ്കര രസമാണ് കേട്ടോ ഇതിനകത്തിരിക്കാനായിട്ട്. ഭയങ്കര രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. അതുപോലത്തെ നല്ലൊരു വണ്ണമുള്ള ആൾക്കാർക്കും വണ്ണം കുറഞ്ഞ ആൾക്കാർക്കും ഒക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാം. അങ്ങനെ ഒരു വണ്ടിയാണ്. പിന്നെ നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ടബിളാണ്. അകത്തിരുന്ന സൈലൻ്റാണ്, വലിയ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്, ഡീസലാണ്, നല്ല പവറുണ്ട്. എനിക്കുള്ളത് 2.8 ലിറ്റർ എഞ്ചിനാണെന്ന് എനിക്ക് തോന്നുന്നു, 2.8 years. പിന്നെ നല്ല വിസിബിലിറ്റി, റോഡിലേക്കൊക്കെ നമുക്ക് നല്ല ശരിക്കെല്ലാം കാണാം. അതുപോലെ തന്നെ നല്ല മോക്ക് പുറയിരുന്നാൽ കാണത്തില്ല, അച്ഛക്ക് ഫ്രണ്ടിരുന്നാലേ കാണുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല വിസിബിലിറ്റിയാണ് ഇതിനകത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ മോഡിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണിത്. ആ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റത്തില്ല, മ്യൂസിക് സിസ്റ്റം അങ്ങനെയുള്ള ഇഷ്ടംപോലെ ഫെസിലിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ്. ലൈറ്റിങ്ങുകൾ, നമ്മൾ ഈ ഡിസ്പ്ലേ ഒക്കെ നമ്മൾ പുതിയതായിട്ട് പിടിപ്പിച്ചതാണ്. ഇതൊക്കെ നല്ല കംഫർട്ടബിൾ, നല്ല ബാസൊക്കെ, നമ്മൾ സ്പീക്കറൊക്കെ പുതിയതായിട്ട് പിടിപ്പിച്ചായിരുന്നു. നമുക്കിഷ്ടമുള്ള സംഗതികളൊക്കെ പിടിപ്പിക്കാനുള്ള രീതിയിലാണ് ടൊയോട്ട ഈ കാറിനെ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ സർവീസ് കോസ്റ്റ്, ഞാൻ ഇത്തവണ സർവീസ് ഇപ്പോൾ ഞാൻ മേടിച്ചിട്ട് ആദ്യമായിട്ട് സർവീസ് ചെയ്ത് 63,000 രൂപയായി സർവീസിൻ്റെ ഫീസ്, 63,000. അതിൻ്റെ കാരണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ A to Z സർവീസുകൾ ക്ലിയർ ചെയ്തോളാൻ പറഞ്ഞായിരുന്നു. ഇൻക്ലൂഡിങ് അകത്ത് ഫോം വാഷിങ്, എൻജിൻ വാഷിങ്, അതുപോലെ തന്നെ ഇൻറ്റീരിയർ വാഷിങ്, അതുപോലെ തന്നെ അണ്ടർബോഡി കോട്ടിങ്, അതുപോലെ തന്നെ വീലിൻ്റെ മറ്റേ ഡിസ്കുകൾ എന്താ പറയുക പോളിഷിങ്, ബ്രേക്ക് ഡിസ്കുകളെല്ലാം മാറി, എൻജിൻ ഓയിൽ, ഗിയർ ഓയിൽ, അങ്ങനെയുള്ള കംപ്ലീറ്റ്. പിന്നെ ബോഡി പോളിഷിങ് ചെയ്തു. അങ്ങനെ കുറേ വർക്കുകൾ ചെയ്തു. അപ്പോൾ കുറച്ച് പൈസയായി, 63,000. അല്ലെങ്കിൽ നോർമൽ സർവീസ് ആണെങ്കിൽ എനിക്ക് 10,000, 12,000 രൂപയൊക്കെ ആകുള്ളൂ ടൊയോട്ടയുടെ സർവീസ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എടുത്തു പറയാം, ഇതിൻ്റെ ഒന്നും ഒരു സെൻസറും കേടായില്ല. അങ്ങനൊരു ഗുണമുണ്ട്, അത് എടുത്തു പറയേണ്ട കാര്യം. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ല വില കൂടിയ വണ്ടി, ബ്രാൻഡഡ് വണ്ടികളുമായിട്ടൊക്കെ പല ബ്രാൻഡുകളോട് ഞാൻ പറയുന്നില്ല പേരുകളൊന്നും. ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ മൂകാംബിയ ട്രിപ്പിന് പോയി, അല്ലേ, നമ്മൾ ഓർക്കുന്നുണ്ടോ അത്? അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ABS സെൻസർ കേടായിപ്പോയി. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ വണ്ടി ABS സെൻസർ കേടാക്കി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് എല്ലാം ടൈറ്റാകും, നമുക്ക് ഓടിക്കാൻ പോലും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പിക്കപ്പ് വാൻ വിളിച്ച് ഏകദേശം 200 കിലോമീറ്ററോളം നമ്മൾ പിക്കപ്പ് വാനിൽ കയറ്റി ഈ സാധനം കൊണ്ടുപോയി സർവീസ് ചെയ്തു. നമ്മുടെ ടൂർ മൊത്തം കൊളായി എന്ന് സത്യം പറഞ്ഞാൽ പറയാം. അപ്പോൾ ഈ ടൊയോട്ടയുടെ വണ്ടികളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിച്ച് പെണ്ണെല്ലാം കൊണ്ടുപോകും. ടൊയോട്ട ആയിക്കോട്ടെ, മഹീന്ദ്ര, ടൊയോട്ട, അതുപോലെ തന്നെ നമുക്ക് മാരുതി, ഇങ്ങനെയുള്ള 2-3 ബ്രാൻഡുകൾ നമുക്ക് എവിടെ വേണേലും നമുക്ക് ദൂരെ യാത്രയ്ക്കൊക്കെ പോകാൻ ബെസ്റ്റ് വണ്ടിയാണ്. എനിക്ക് തോന്നുന്നത് ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റുകളോ അങ്ങനെയുള്ള റോഡിൽ നമ്മളിങ്ങനെ വളരെ റെയർ കേസസിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്കിപ്പോൾ ഗൾഫിൽ കുറേ നാൾ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതും ടൊയോട്ടകളാണ് ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ടുണ്ടെന്ന് അവിടെയും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ. ടൊയോട്ടയുടെ ഫോർച്യൂണർ, ടൊയോട്ടയുടെ ക്യാമറി, അതുപോലെ തന്നെ ടൊയോട്ട കൊറോള ഏറ്റവും കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നൊരു വാഹനം ടൊയോട്ട കൊറോള.
ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു വണ്ടിയാണ് ടൊയോട്ടയുടെ കൊറോള. കാരണം എന്താ, ഓടി തീർന്നാൽ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതാണ് ഭയങ്കര ഇതാണ്. പിന്നെ ടൊയോട്ടയുടെ കൊറോളയുടെയൊക്കെ സ്റ്റിയറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത്, ഞാൻ പണ്ട് കാലത്ത് ഓടിച്ചു, അപ്പോൾ ആ സമയത്ത് പോലും അതിൻ്റെയൊക്കെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ മറ്റേ ഭയങ്കര ലൈറ്റ് വെയ്റ്റും കൺട്രോളൊക്കെ നല്ല അടിപൊളി, നമുക്ക് തിരിക്കാനൊക്കെ ഭയങ്കര രസമുള്ളൊരു വാഹനമാണ് ടൊയോട്ട. മോള് വേണ്ട ഇതിന് അതിന് തൊട്ടാൽ മതി അത്. മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ? ഈ വണ്ടി എന്താ ഇഷ്ടപ്പെടാൻ കാര്യം? പറ. സീറ്റ് അടിപൊളിയായുണ്ടോ? സേവ്സിന് ഏതുകൊണ്ട് ഇഷ്ടം ഏറ്റവും കൂടുതൽ? ഇതെന്തുകൊണ്ട് ഇഷ്ടപ്പെടാൻ കാര്യം? സൗണ്ട് സിസ്റ്റം വെച്ചുകൊണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇതിപ്പോൾ 8 സീറ്റർ വാഹനമാണ്. 8 സീറ്റർ വാഹനമാകുമ്പോൾ നമുക്കിപ്പോൾ ഫാമിലി ആയിട്ട് വരുമ്പോഴും എൻ്റെ സിസ്റ്ററിൻ്റെ ഫാമിലിയൊക്കെ വരാൻ നേരത്തെ എല്ലാവരും കൂടെ ആയിട്ട് സിനിമയ്ക്ക് പോകാനും എവിടെയെങ്കിലും ട്രിപ്പ് പോകാനും ഒക്കെ അടിപൊളിയാണ് ഈ വണ്ടി. അതുപോലെ തന്നെ നമുക്ക് ചിലവും കുറവാണ്. മീൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കയറാനും ഇറങ്ങാനും ഒക്കെ ഭയങ്കര സൗകര്യമാണ്. അതാണ് ഈ ഇന്നോവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ ചില വണ്ടികളുണ്ട്, നമ്മൾ ഈ ബക്കറ്റിനകത്ത് കയറിയിരിക്കണം, ഓടിയിരിക്കണം, അതിനകത്ത് ഇറങ്ങാനും വലിയ പാടാണ്. ഇതിപ്പോൾ തടിയുള്ളവർക്കാണെങ്കിലും തടി കുറഞ്ഞവർക്കാണെങ്കിലും കയറാനും ഇറങ്ങാനും ഇതിൻ്റെ സീറ്റിംഗ് ഭയങ്കര. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പുറത്തെ റിയർ സീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും 3 എനിക്ക് തോന്നുന്നത് ഈ ഒരു സെഗ്മെൻറ്റ് വാഹനങ്ങളിൽ ഏറ്റവും കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഈ എന്താ പറയുക ഇന്നോവ ക്രിസ്റ്റ. അതുപോലെ തന്നെ സസ്പെൻഷൻ, ഇപ്പോൾ നമ്മളൊരു വളരെ മോശം റോഡുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോഴും ഇതിൻ്റെ സസ്പെൻഷൻ പ്രത്യേകിച്ച് സൗണ്ടുകളൊന്നും ഉണ്ടാക്കിയില്ല. കണ്ടില്ലേ, നല്ല സസ്പെൻഷൻ പെർഫോമൻസ് ഇത് കാഴ്ചവെക്കുന്നത്. കണ്ടില്ലേ, പൊടിയൊക്കെയുള്ള നല്ല റോഡ് ഇരിക്കുന്നത് പൊട്ടിച്ചിട്ടിരിക്കുക. അത് പണിയിട്ട് അറിയാൻ പറ്റില്ല. എന്താ പറഞ്ഞോട്ടെ തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് വേറെ വാഹനങ്ങളുണ്ട്, അതിൻ്റെ പേര് ഞാൻ പറയില്ല. അത് പക്ഷേ നല്ലോണം എടുത്തിട്ടടിക്കും. അതിൻ്റെ എന്താ പറയുക 4x4 വാഹനമുണ്ട് എനിക്ക്. അപ്പോൾ അതും ഭയങ്കര എന്താ പറയുക, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീഡിലങ്ങ് പോയിക്കല്ല ഒഴി അങ്ങ് പോണ കൂട്ട് തോന്നുന്നു. നമുക്ക് എന്താ പറയുക, ഒരു മാഗ്നറ്റിൽ കൂടി ഓടിപ്പോണ കൂട്ടുള്ളൊരു ഫീലുണ്ട് ഈ എന്താ പറയണേ നമ്മുടെ ഈ ഇന്നോവ ക്രിസ്റ്റ. ഇപ്പോൾ ഈ റോഡൊക്കെ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി. ആ പുഴയൊക്കെ കണ്ടില്ലേ, പുഴയൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി. യെസ്, പുഴയുടെയൊക്കെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീണ്ടും പിന്നെയും റോഡ് അല്പം മോശമായി. മുമ്പ് ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ വണ്ടിയാണ് തോന്നുന്നു മുമ്പ് പോണേ. പക്ഷെ അവർ വളരെ സേഫ്റ്റി ആയിട്ട് വളരെ സുരക്ഷിതമായിട്ട് പോകണം കേട്ടോ. സാധാരണ ചിലപ്പം ഭയങ്കര സ്പീഡിലൊക്കെ പോകണം, പക്ഷേ ഇവർ നല്ല സേഫ്റ്റി ആയിട്ടാണ് പോകുന്നത്. എനിക്ക് 1 സ്റ്റാർ എന്തായിരിക്കും? 1 സ്റ്റാർ എന്തായിരിക്കും? IG ആണോ? IG ഐ ഡോണ്ട് നോ. 1 സ്റ്റാർ പോലീസാണോ നോക്കി, ഞാൻ ഇപ്പോൾ അടുത്തൊന്ന് കാണിച്ചു തരാം. സിംഗിൾ സ്റ്റാർ ഐ ഡോണ്ട് നോ സിംഗിൾ സ്റ്റാർ യൂസിങ്. ബ്ലൂ കളറിലെ സിംഗിൾ സ്റ്റാർ, നല്ല കൂടിയ ഉദ്യോഗസ്ഥനായിരിക്കും. യെസ്, ഓഫ് കോഴ്സ്. വളരെ സുരക്ഷിതമായിട്ട് അവർ വണ്ടി ഓടിക്കണം, വളരെ റെസ്പെക്റ്റോടു കൂടി തന്നെ. യെസ്, വെരി നൈസ്. ട്രിവാൻഡ്രം രജിസ്ട്രേഷനാണ്. യെസ്. അപ്പോൾ നമ്മളങ്ങനെ സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സിനിമയാണ് കുഞ്ഞാവേ? റോന്ത് സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ റോന്ത് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ റിവ്യൂ ഒക്കെ പറയാം. ഇത് ക്യാമറാമാൻ നമ്മുടെ ശ്രുതിക പ്രിൻസാണ്. പറയൂ, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. റോന്ത് സിനിമ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? ഇപ്പം അതുകൊണ്ട് റോന്ത് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് റോന്ത് സിനിമ കണ്ടിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം പൂത്തോട്ടം എത്തിയിരിക്കണം. നോക്കി പൂത്തോട്ടം, നോക്കി പൂത്തോട്ടം. ഇവിടെ നമ്മളെ പുത്തങ്കാവ് സ്കൂളൊക്കെയാണ്. ഇത് പുത്തങ്കാവല്ലേ? ഇത് പുത്തങ്കാവ് പുതിയ കാവ്. എനിക്ക് രണ്ടും മാറിപ്പോകും എപ്പോഴും, പുത്തങ്കാവും പുതിയ കാവും. യെസ്, രണ്ടിനും ഏകദേശം സിമിലർ പേരിട്ട് കാരണം എപ്പോഴും മാറിപ്പോകും. ഇതുകൊണ്ട് ആ സ്കൂളൊക്കെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മറ്റേ ഇതിൻ്റെ കോളേജുണ്ട്, SNDPയുടെ തന്നെ. യെസ്, അമ്മ പഠിച്ച സ്കൂളാണ്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് ലോ കോളേജുണ്ട്. അതും ഭയങ്കര വലിയ ലോ കോളേജാണ്. ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്കൂളും ലോ കോളേജ് സിസ്റ്റം. ഇഷ്ടം പോലെ പിള്ളേർ പഠിക്കുന്ന സ്കൂളാണിത്. അതുപോലെ തന്നെ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേർ, ഇഷ്ടംപോലെ പിള്ളേർ ഒക്കെയുള്ള ഒരു സ്ഥലമാണിത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മുടെ റോഡൊക്കെ നോക്കി നല്ല അടിപൊളി റോഡൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ. നോക്കി ഒരു കുഴിയില്ല, കുണ്ടുമില്ല, നല്ല ഒഴി. വീതി കുറച്ച് കുറവാണ്, വീതി കൂട്ടിയിട്ടില്ല ഇതുവരെ. പക്ഷേ ഉള്ള റോഡൊക്കെ നല്ല വൃത്തിയായിട്ട് ഉണ്ടോ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വളരെ സുരക്ഷിതമായിട്ടൊക്കെ പതിയെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ AI ക്യാമറയുണ്ട്. അപ്പോൾ AI ക്യാമറ
കുറച്ചുകൂടി പോകുമ്പോൾ ഉണ്ട് AI ക്യാമറ. സേഫ്റ്റി ബെൽറ്റൊക്കെ ഇട്ടില്ലെങ്കിൽ പിടിച്ചെടുക്കും. ഇത് അവിടെ വെച്ചിട്ടുണ്ട് AI ക്യാമറ. ശരിക്കും പറഞ്ഞാൽ സ്പീഡ് ലിമിറ്റ് ഒരിക്കലും ഇവിടെ നിന്ന് കൂടാൻ ചാൻസ് കുറവാണ്. കാരണം അപ്പുറത്തുനിന്നൊക്കെ ട്രാഫിക് ഉള്ള കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ സ്പീഡ് സ്ലോയിലൊക്കെയാണ് പോകാറ്. വലിയ സ്പീഡിലൊന്നും പോകാൻ പറ്റിയ ഇതൊന്നുമല്ല. നമ്മുടെ KSRTC ചേട്ടൻ കയറി വരുന്നുണ്ട്. KSRTC വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ വഴി മാറി കൊടുക്കും. എന്താണെന്നറിയോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. അവിടെ ചെന്നിട്ട് നമുക്കിന്ന് എന്ത് ഭക്ഷണം കഴിക്കണ്ടേ? കുഴിമന്തി ഒന്നും വേണ്ട, ബിരിയാണി. നമുക്ക് പഞ്ചാബ് കഫേയിൽ പോലെ പഞ്ചാബ് കഫേ നല്ല സൂപ്പറല്ലായിരുന്നു അവിടുത്തെ ചിക്കനൊക്കെ. അവിടെ ഒരു പ്രാവശ്യം നമ്മൾ മാംഗോ ജ്യൂസ് കുടിച്ചോണ്ടല്ലോ, മറ്റേ കപ്പ്, അത് കുടിച്ചാലോ? മാംഗോ ജ്യൂസ് മതിയാ? സ്ക്രീനൊന്നും തൊട്ട് മാംഗോ ജ്യൂസ് മതി എന്നുണ്ടെങ്കിൽ ആ മാംഗോ ജ്യൂസ് കഴിക്കാം. അപ്പോൾ മോള് മാംഗോ ജ്യൂസ് കഴിച്ചോ, ചിക്കുട്ടിയമ്മ ചിബിയൊക്കെ നമുക്ക് ചിക്കൻ കഴിക്കാം. ഓക്കെ, മതിയാ? മുമ്പിൽ ട്രാഫിക് കുറച്ച് ജാമായി. യെസ്, പതിയെ നമ്മൾ ഒരുപാട് വേഗതയൊന്നും വരുന്നില്ല, പതിയെ വഴി പോവുക. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിൽ ഞാൻ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ പറയാം, ചില ആൾക്കാരിങ്ങനെ വെട്ടിച്ച് കയറ്റി ഇങ്ങനെ പോകണ്ടായിരിക്കും. ഭയങ്കര സ്പീഡിൽ ഭയങ്കര റഷായിട്ട് പോകണ്ടായിരിക്കും. കുറച്ചൊക്കെ എല്ലാ നേരത്തെ അവരെവിടെയെങ്കിലും ട്രാഫിക് ബ്ലോക്കിങ്ങിനെ പെട്ടിങ്ങനെ കിടപ്പുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ റോഡുകളിൽ നമ്മൾ പോകുമ്പോൾ വെട്ടിച്ച് കയറ്റി പോയിട്ട് ഒരു കാര്യമില്ല. ടു ബി ഹോണസ്റ്റ്ലി പറയാം, നമ്മളൊരു 2 മിനിറ്റ് പോലും നേരത്തെ എത്തിയില്ല. നമ്മൾ ആ ഒഴുക്കിൻ്റെ അനുസരിച്ച് ഇങ്ങനെ പതിയെ ഒഴുകി പോവുകയാണെങ്കിൽ സുരക്ഷിതമായിട്ട് യാത്രയും ചെയ്യാം, അപകടവും ഉണ്ടാകത്തില്ല. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒഴി അങ്ങ് പൊക്കോളും. പറയുന്നു ചില ബൈക്കുകാരൊക്കെ കയറി വരും, അവരങ്ങനെ കയറി പൊക്കോളും. കാഴ്ചകളൊക്കെ കണ്ട് വളരെ റിലാക്സ് ആയിട്ട് ഓടിക്കാം. നമ്മൾ BP കൂട്ടി വണ്ടി ഓടിച്ചു കഴിഞ്ഞാണല്ലോ, ഇത് എവിടെയെങ്കിലും പോയി തട്ടിയും മുട്ടുകയും ചെയ്യും. പിന്നെ അതിൻ്റെ പുറകെ തൂങ്ങി ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം വരുന്നുണ്ട്, പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഓർത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കേട്ടോ, ഇപ്പോൾ കുറേ വണ്ടികൾ മുമ്പേ പോകുന്നുണ്ട്. നമ്മളിതിനെ വെട്ടിച്ച് കയറ്റി മുമ്പേ പോയിട്ട് ഒരു കാര്യമില്ല. നമ്മളൊരു 5 മിനിറ്റ് നേരത്തെ ഇറങ്ങിയേക്കുക. ഈ 5 മിനിറ്റ് നമ്മൾ ചിലപ്പം റീൽസ് കണ്ട്, ചില ആൾക്കാർ ഇപ്പോൾ റീൽസ് കണ്ടിട്ട് മണിക്കൂറുകളോളം ഇരിക്കും. ആ റീൽസ് കണ്ടിട്ട് ഒരു 10 മിനിറ്റ് ഇതിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇവിടെ എന്തോ അപകടം ഉണ്ടായിട്ടുണ്ടല്ലോ. ഓ മൈ ഗോഡ്, മരം പറഞ്ഞു കൊണ്ടിരിക്കുകയാണേ. കേട്ടോ, മരം എന്തോ പോസ്റ്റാണിത്, എന്തോ അപകടം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇല്ലി മറിഞ്ഞു വീണാണ്. യെസ് റോഡ് വെട്ടുണ്ട് അല്ലേ, അവിടെ വെട്ടുന്നുണ്ട്. അപ്പോൾ റോഡുകൾ പെട്ടെന്ന് വെട്ടി മാറ്റും. അവിടെ നാട്ടുകാരൊക്കെ കൂടി വെട്ടുന്നുണ്ട്. ഫയർഫോഴ്സൊന്നുമില്ല, നാട്ടുകാർ തന്നെയൊക്കെ വെട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ അധികം ദൂരം സംസാരിച്ച് വന്നു. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ നേരത്തെ തന്നെ ഭയങ്കര രസമാണ്. ഞാൻ ഗൾഫിലൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ഇതുപോലെ നാട്ടിലൊക്കെ വന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കും. പല ആൾക്കാരും പറയും ഗൾഫിൽ ഭയങ്കര സംഭവം റോഡാ മറ്റേ കാര്യങ്ങളോ അത്. പക്ഷേ നമ്മൾ നാട്ടിൻപ്രദേശത്തു കൂടി ചിലപ്പോൾ ഈ വയലുകളുടെയും പുഴകളുടെയൊക്കെ സൈഡിൽ കൂടിയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു ഫീല് ഒരു ഗൾഫ് രാജ്യത്തും കിട്ടിയല്ലോ. ഞാൻ ബൈ റൈറ്റിങ്ങിൽ എഴുതി തരാം, ശരിയല്ലേ? അല്ലേ? അതെ. അവിടുത്തെ കിളികൾ പറക്കുന്നത്, നമ്മുടെ ഈ പിന്നെ കാക്ക, കുകിളികൾ, അതുപോലെ തന്നെ പശുക്കൾ, അതുപോലെ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് അല്ലേ, നമ്മുടെ നാട്ടുപ്രദേശത്തുകൂടിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്, ശരിക്കും നമ്മുടെ കേരളം, നമ്മൾക്ക് എപ്പോഴും ഉണ്ടല്ലോ മനസ്സിൻ്റെ ഉള്ളിലൊരു ഫീലാണ്, എന്താ പറയുക, നമ്മുടെ സ്വന്തം എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഫീല്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ പോയി കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിയാൻ നേരം നമുക്കത് നൊസ്റ്റാൾജി എന്നല്ലേ പറയണേ? യെസ്, നൊസ്റ്റാൾജി അടിക്കും. എങ്ങനെയെങ്കിലും നാട്ടിൽ വന്നാലോ അവിടെ മുഴുവൻ ഒന്ന് ഡ്രൈവ് ചെയ്ത്. പിന്നെ നമ്മുടെ നാട്ടിൽ കുറച്ച് ബിസിനസ്സുകളൊക്കെ ഒന്ന് ഡെവലപ്പായി കുറേ കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടംപോലെ തൊഴിലും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ നാട് പതിയെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് പതിയെ അല്ല, നല്ല രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നു. ഒരുപാട് ആൾക്കാർ ഇവിടെ തന്നെ ഗൾഫ് രാജ്യത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ തിരിച്ചു വന്ന് ഇവിടെ സെറ്റിലായി. പിന്നെ ഇവിടെ തന്നെ ജോലികൾ ഇഷ്ടംപോലെയായി, ബിസിനസ്സുകൾ ഇഷ്ടംപോലെയായി, ഇഷ്ടംപോലെ സ്ഥലത്ത് ആൾക്കാരിവിടെ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ സക്സസ് ആയി. പൊട്ടിപ്പോയവരും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതിൻ്റെ മെയിൻ സംഭവം എന്താ പറയുക, ബിസിനസ് നമ്മളത് ബ്ലഡിൽ കയറ്റി നമ്മളത് എന്താ പറയുക റീചാർജ് ചെയ്യണം എപ്പോഴും 24/7. എങ്കിൽ മാത്രമേ ബിസിനസ് വിജയിക്കുള്ളൂ. അത് ആ ഒരു ലീഡർ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്തെങ്കിൽ പിന്നെ പ്രോഫിറ്റ് എപ്പോഴും ഒരു ഘടകമാണ് ഇതിനകത്ത്. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക്
ബിസിനസ് ഡെവലപ്പാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർക്ക് നല്ല കാലിബറുള്ള ആൾക്കാരൊക്കെ ഗൾഫിൽ ഉണ്ട്, ഇപ്പോഴും ജോലി വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചെറിയ പേപ്പർ വിറ്റാൽ മതി. നമ്മൾ പേപ്പർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതല്ല, സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം വിറ്റാൽ പോലും $1 ബില്യൺ ബിസിനസ് ആയിരിക്കും. കാരണം അതിൻ്റെയൊക്കെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ട്രാഫിക് വീണ്ടും കുറച്ചൊന്ന് ജാമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫോറം മാളിൽ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. ഓക്കെ, സീ യു, ബൈ.